മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. വിവാഹേതര ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളും ഭാര്യയുടെ പ്രതികരണവുമാണ് മന്ത്രിയെ കുരുക്കിലാക്കിയത്. ഇന്ന് യുവമോർച്ച ഉൾപ്പെടെ വിവിധ സംഘടനകൾ മന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ഗുരുതരമായ ആരോപണങ്ങളാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഉയർന്നത്. സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രിയുടെ വിവാഹേതര ബന്ധത്തെക്കുറിച്ചും ഭാര്യയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടായതിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പലരും പങ്കുവച്ചിരുന്നു. സംഭവം വാർത്തയായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. തനിക്ക് ഒന്നല്ല 1000 പ്രണയമുണ്ടെന്നും അത് തന്റെ വ്യക്തിപരമായ കാര്യമാണെന്നുമാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ ഭാര്യ ഇതിനെതിരെ നടത്തിയ പ്രതികരണം ഗുരുതരമാണ്. വാളകത്തെ വീട്ടിൽ വെച്ച് മന്ത്രിയെ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും താനത് മൊബൈലിൽ പകർത്തിയെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരികൾ തന്റെ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചു. ഇതിനിടെ കയ്യേറ്റമുണ്ടായിരുന്നുവെന്നും പോലീസിനെ വിവരമറിയിച്ചുവെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ പോലീസ് യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല. അഞ്ചൽ സ്റ്റേഷനിൽ നിന്നുൾപ്പെടെ പോലീസ് വാളകത്തെ വീട്ടിലെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ബിന്ദു മേനോൻ ഉറപ്പിച്ചു പറഞ്ഞു. സംഭവത്തിൽ മന്ത്രി ഉരുണ്ടു കളിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ഇന്നലെ തലവൂരിൽ BJP പ്രവർത്തകർ കെ.ബി. ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ചു. മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനാപുരത്തെ ഓഫീസിലേക്ക് BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടത്തി. ഇന്ന് യുവമോർച്ച, മഹിളാ കോൺഗ്രസ്, KSU തുടങ്ങിയ സംഘടനകളും പ്രതിഷേധം സംഘടിപ്പിക്കും. സംഭവം വിവാദമായതോടെ LDF നേതൃത്വവും മന്ത്രിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രി കുരുക്കിലായത് ഇടതുപക്ഷത്തെ നാണക്കേടിലാക്കിയിരിക്കുകയാണ്. ജനം, കൊല്ലം.